all, welcome back. ഞാൻ ആൻവി. ഇന്നൊരു ബഡ്ജറ്റ് ട്രാക്കർ സെറ്റപ്പ് ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മുടെ മന്ത്ലി എക്സ്പെൻസസും അതുപോലെ ഇൻകവും ഒക്കെ ട്രാക്ക് ചെയ്യാനായി ഒരു റെക്കോർഡ്. ഈ ഒരു ബുക്കാണ് ട്രാക്കറിനായിട്ട് എടുത്തിരിക്കുന്നത്. എനിക്ക് സ്പൈറൽ ബൈൻഡഡ് ബുക്സ് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പൈറൽ ബൈൻഡഡ് ബുക്ക് തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ട്രാക്കർ ഉണ്ടാക്കാനായിട്ട് ഞാൻ പുതിയൊരു ബുക്ക് വാങ്ങിയിട്ടില്ല. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് നോട്ട്ബുക്ക് വേണമെങ്കിലും ഇതുപോലെ എടുക്കാം കേട്ടോ. വില കൂടിയ നല്ല ബുക്സ് വേണമെന്നൊന്നുമില്ല. സ്കൂൾ നോട്ട്ബുക്സോ അല്ലെങ്കിൽ പഴയ ഡയറീസ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്താൽ മതി. അപ്പോൾ പഴയ നോട്ട്ബുക്സിൻ്റെ ഒക്കെ ഒരു റീയൂസും ആകും. ബുക്കിൻ്റെ കവർ പേജ് ടൈറ്റിലൊക്കെ കൊടുത്തൊന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ടീ ഡൈ ചെയ്ത ഒരു പേപ്പറിലേക്ക് ബഡ്ജറ്റ് ട്രാക്കർ എന്ന് എഴുതിയെടുക്കുന്നുണ്ട്. സാധാരണ ഒരു ജെൽ പെൻ ഉപയോഗിച്ചാണ് കല്ലിഗ്രഫി ചെയ്യുന്നത്. ബഡ്ജറ്റ് ട്രാക്കർ എന്ന് എഴുതിയെടുത്തത് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബുക്കിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് ഡ്രൈഡ് ലീവ്സും അതുപോലെ ഫ്ലവേഴ്സും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ഒത്തിരി ഡെക്കറേഷൻസോ വർക്ക്സോ ഒന്നും കവർ പേജിൽ ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ കവർ പേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പേജിൽ ഞാനൊരു പോക്കറ്റാണ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ബിൽസൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ട് വരുമ്പോൾ കീപ്പ് ചെയ്യാനാണ്. ഒരു ഷോപ്പ് കവറാണ് ഞാൻ പോക്കറ്റായിട്ട് എടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് പേപ്പർ വെച്ചിട്ട് ആദ്യം ഒരു ബേസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് പോക്കറ്റ് ഒട്ടിക്കാൻ പോകുന്നത്. ഇതൊരു മാപ്പാണ്. ഒരു പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ കീറിയെടുത്തതാണ്. അപ്പോൾ ഡെക്കറേഷനായിട്ട് ഇതും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടീ ഡൈ ചെയ്ത പേപ്പർ കീറിയെടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു കോട്ട് എഴുതാമെന്ന് വിചാരിക്കുന്നുണ്ട്. മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോട്ട്. യു ക്യാൻ മേക്ക് മണി ഓർ യു ക്യാൻ മേക്ക് എക്സ്ക്യൂസസ്, ഇറ്റ്സ് യുവർ ചോയ്സ് എന്ന കോട്ടാണ് ഞാൻ എഴുതുന്നത്.
അപ്പോൾ പോക്കറ്റിൻ്റെയും വർക്ക് കഴിഞ്ഞു. ഭാവിയിൽ എന്തെങ്കിലും ബിൽസൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പോക്കറ്റിൽ ഇട്ട് വെച്ച് സൂക്ഷിക്കാം. ഇനി അങ്ങോട്ടുള്ള ഓരോ പേജിലും ഓരോ മന്തിൻ്റെയും ട്രാക്കറാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാനിപ്പം ജനുവരി മന്തിലെയാണ് ട്രാക്കർ ചെയ്യാൻ പോകുന്നത്. ഒരു പേപ്പറിലേക്ക് ലെറ്റർ സ്റ്റാമ്പ് വെച്ച് ജാനുവരി എന്ന് എഴുതിയെടുക്കുന്നുണ്ട്. ജാനുവരി എന്ന് എഴുതിയെടുത്തത് ഹെഡിങ് പോലെ ഒട്ടിച്ച് കൊടുത്തു. ഇനിയൊരു പേപ്പർ എടുത്ത് അതിലേക്ക് കുറച്ച് ഹെഡിങ്സ് എഴുതിയെടുക്കുന്നുണ്ട്. അപ്പം എഴുതുന്ന ഹെഡിങ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ബാലൻസ്, എൻഡിങ് ബാലൻസ്, ഇൻകം, ടോട്ടൽ എക്സ്പെൻസ് എന്നിങ്ങനെ 4 ഹെഡിങ്സാണ് എഴുതുന്നത്. സ്റ്റാർട്ടിംഗ് ബാലൻസ് എന്നതുകൊണ്ട് ഈ മന്ത് തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻകം എന്നതുകൊണ്ട് ഈ മന്തിലെ ഏണിങ്സും, അതുപോലെ ടോട്ടൽ എക്സ്പെൻസ് എന്നതുകൊണ്ട് ഈ മന്തിൽ മൊത്തം ചിലവായ രൂപയുമാണ് ഉദ്ദേശിക്കുന്നത്. എൻഡിങ് ബാലൻസ് എന്ന് പറഞ്ഞാൽ മന്ത് എൻഡിൽ കയ്യിൽ എത്ര രൂപയുണ്ടോ അതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ബാലൻസിനോട് ഇൻകം കൂട്ടിയിട്ട് അതിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻഡിങ് ബാലൻസ് കിട്ടും. ഈ എൻഡിങ് ബാലൻസ് ആയിരിക്കും നമുക്ക് അടുത്ത മാസത്തിലെ സ്റ്റാർട്ടിംഗ് ബാലൻസ് ആയിട്ട് വരിക. ഈ ഹെഡിങ്സ് ഒക്കെ ഒട്ടിക്കുന്നതിന് മുന്നേ ഞാനൊരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് എക്സ്പെൻസസ് എന്ന ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ടൈറ്റിലിന് കീഴെ എനിക്ക് പൊതുവേ വരുന്ന എക്സ്പെൻസസ് എല്ലാം ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫുഡ്, ട്രാവൽ, കോസ്മെറ്റിക്സ് വാങ്ങാൻ, അതുപോലെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങാൻ, പിന്നെ മൊബൈൽ റീചാർജ്, ഇതിനൊക്കെയാണ് എനിക്കിപ്പോൾ മെയിൻലി പൈസ സ്പെൻഡ് ആവാറ്. അപ്പോൾ അതൊക്കെയൊന്ന് എഴുതുന്നുണ്ട്. പിന്നെ എക്സ്ട്രാസ് എന്നുള്ള ഒരു സെക്ഷനും കൊടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും രീതിയിൽ പൈസ ചിലവായാൽ അത് മാർക്ക് ചെയ്യാനായിട്ട്. ഇനി സ്റ്റാർട്ടിംഗ് ബാലൻസ് എന്ന് എഴുതി വെച്ച ടൈറ്റിൽ ആദ്യം കൊടുക്കുവാണ്. അതിന് താഴെയായി എക്സ്പെൻസസിൻ്റെ സെക്ഷനും ഒട്ടിച്ചു കൊടുക്കുന്നു. ഇനി ടോട്ടൽ എക്സ്പെൻസ് എന്ന ടൈറ്റിലാണ് ഒട്ടിക്കുന്നത്. എഗെയിൻ ഒരു പേപ്പർ എടുത്ത് അതിൽ തിങ്സ് ടു ബൈ എന്നൊരു ഹെഡിങ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ മന്തിൽ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളൊക്കെ മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അതിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. ആ സാധനങ്ങൾ ഈ മന്തിൽ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിലൊരു ബോക്സും കൊടുത്തിട്ടുണ്ട്. ഇൻകവും എൻഡിങ് ബാലൻസുമാണ് ഇനി ബാക്കിയുള്ള 2 ടൈറ്റിൽസ്. അതുകൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ടീഡായി ചെയ്ത പേപ്പറിൽ ഞാൻ തന്നെ വരച്ചെടുത്ത കുറച്ച് സ്റ്റിക്കേഴ്സാണ്. മണി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് എല്ലാം. അപ്പോൾ എം ടി ആയി കിടക്കുന്ന സ്പേസസിലൊക്കെ ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുവാണ്. എക്സ്പെൻസസ് ചെയ്തതുപോലെ തന്നെ ഇൻകത്തിന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ബോക്സ് ചെയ്യാവുന്നതാണ്. അതായത് ഡിഫറെൻറ്റ് ഇൻകം സോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഓരോ സോഴ്സസും മെൻഷൻ ചെയ്തുകൊണ്ട് എത്രയാണ് ഓരോ മന്തിലും നമ്മൾ ഏൺ ചെയ്യുന്നത് എന്നെല്ലാം കാണിച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ ഇൻകം സോഴ്സസ് ഒന്നും അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് ഒരു ടൈറ്റിലിൽ ഒതുക്കിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ട്രാക്കറിൻ്റെ ഫൈനൽ ലുക്ക്. ഈ തുടർന്നങ്ങോട്ട് വരുന്ന എല്ലാ മന്തിലും ഈ ഒരു സെയിം ഫോർമാറ്റാണ് ഞാൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
പുതിയൊരു വർഷമൊക്കെ തുടങ്ങാൻ പോകുമല്ലേ 2022. അപ്പം നമുക്ക് ഇതുപോലൊരു പുതിയ ശീലമൊക്കെ തുടങ്ങാം. അതായത് ഒരു ബഡ്ജറ്റ് ട്രാക്കർ കീപ്പ് ചെയ്യുന്ന ഒരു ശീലമൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിലും അതല്ല ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ഒരു ബഡ്ജറ്റ് ട്രാക്കർ അത്യാവശ്യമുള്ള ഒന്നാണ്. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ മണി സ്പെൻഡ് ആയിട്ടുള്ളത് എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ ഓരോ മന്ത്ലിയും നമ്മുടെ സേവിങ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല, എല്ലാവർക്കും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബഡ്ജറ്റ് ട്രാക്കർ സെറ്റപ്പാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്